ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ രേവതിക്ക് പണം നൽകി സഹായിച്ചത് അരുണാണെന്ന സത്യം സച്ചി അറിയാൻ പോകുന്നുണ്ട് കേട്ടോ. അത് വലിയ താമസമില്ലാതെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതെപ്പോഴാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, രേവതിക്ക് ഒരു 8 ലക്ഷം രൂപയുടെ ഓർഡർ ലഭിക്കുന്ന സമയത്ത് അതിൻ്റെ പൂക്കൾ മേടിക്കണമെന്നാണെങ്കിൽ 5 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് നൽകണമെന്നൊക്കെ പറയുന്നില്ലേ. ആ ഒരു സമയത്ത് രേവതി സച്ചിയോട് പലരിൽ നിന്ന് കടം മേടിച്ചും അതുപോലെ ഇവരായി തന്നെ കൂട്ടിവെച്ച പണമെല്ലാം തന്നെ എണ്ണി നോക്കിയാൽ ഈ 5 ലക്ഷം രൂപ തികയുന്നില്ല അല്ല. അങ്ങനെ നമ്മുടെ രേവതി ലക്ഷ്മിയോടായിട്ട് ഈ ഒരു ബാക്കി എന്തെങ്കിലും അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാമോ എന്ന് ചോദിച്ചു വരുന്ന സമയത്താണ് ഇന്നത്തെ ഈ ഒരു മാസത്തേക്ക് നീക്കിയിരിപ്പായിട്ട് എൻ്റെ ആകെ 5000 രൂപയുള്ളൂ, അത് മോക്ക് ഞാൻ തരാമെന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ടല്ലോ, അത് വേണ്ട അമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് കയ്യിലെടുക്കുക ഒന്നും തന്നെയില്ല, ആ ഒരു തുക അമ്മയുടെ കയ്യിൽ തന്നെ വെച്ച് ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി പൂക്കൾ വിൽക്കുന്നതിൻ്റെ പുറത്തേക്ക് പോകുന്ന അതേ സമയം തന്നെ ദേവു വന്നതിന് ശേഷം പറയുന്നുണ്ട്, രേവതി ചേച്ചി എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ജോലിക്ക് പോയതിന് ഒരു 50,000 രൂപയുണ്ട്, അത് ഞാൻ രേവതി ചേച്ചിക്ക് തരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആദ്യമൊക്കെ രേവതി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചേച്ചി എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, എൻ്റെ പണം ചേച്ചിയുടെ പണം അങ്ങനെയൊന്നുമില്ലല്ലോ, എന്തായാലും ഇത് ആവശ്യമുള്ള സമയത്ത് ഉപകരിക്കേണ്ടതാണ്, ചേച്ചിക്ക് ഈ ഒരു പണം തീർച്ചയായിട്ടും ഉപകരിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ചേച്ചി വേണ്ട എന്ന് പറയേണ്ടെന്ന് ദേവു പറയുന്നുണ്ടല്ലേ. അങ്ങനെ രേവതി വളരെയധികം സന്തോഷത്തോടെ തന്നെ, അതായത് 50,000 രൂപ കിട്ടിയതിന് 1 ലക്ഷം രൂപയുടെ സംഘടിപ്പിച്ചാൽ മതിയില്ല, ആ ഒരു സന്തോഷത്തോടെ തന്നെ രേവതി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ ദേവു പറയുന്നുണ്ട് കേട്ടോ, ബാക്കി 1 ലക്ഷം രൂപയുടെ ഞാൻ അറിയാവുന്ന പലിശക്കാരോട് ചോദിച്ചു നോക്കാം, കിട്ടുവാണെങ്കിൽ ഞാൻ രേവതിയോട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദേവു ഈ പലിശക്കാരനിൽ നിന്ന് പണം മേടിക്കാൻ പോകുന്ന സമയത്താണ് അരുണെ കാണുന്നത്. ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാവുന്നതാണ്, എന്നിരുന്നാലും ഈ ഒരു കഥയുടെ കണ്ടിന്യൂസ് കിട്ടണമെന്നാണെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് പറയണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കണ്ട ഭാഗത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ വീണ്ടും പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു, ദേവു പണം മേടിക്കാൻ പോകുന്ന സമയത്ത് അരുണെ കാണുന്ന ഭാഗമല്ലേ. ആ ഒരു സമയത്ത് അരുൺ പറയുന്നുണ്ട് കേട്ടോ, നീ എന്തായാലും പലിശക്കാരിൽ നിന്ന് പണമൊന്നും മേടിക്കൊന്നും വേണ്ട, നിനക്ക് എത്ര തുക വേണമെന്ന് വെച്ചാൽ ഞാൻ തരാമെന്നും പറഞ്ഞുകൊണ്ട് 1 ലക്ഷം രൂപ കടം കൊടുക്കുന്നത് അരുണാണ്. എന്നാൽ ഇത് അരുണാണ് കൊടുത്തതെന്നൊന്നും തന്നെ ദേവു വിട്ടു പറയുന്നുമില്ല. അങ്ങനെ കിട്ടിയ ഒരു 5 ലക്ഷം രൂപ രേവതിയുടെ കയ്യിൽ നിന്ന് കൈമറിഞ്ഞു പോകുന്നുണ്ടെങ്കിലും വളരെ ഭദ്രമായി തന്നെ ഈ ഒരു തുക പൂക്കടയിൽ എത്തുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണല്ലേ. ഇനി എന്തായാലും ഞാൻ വലിച്ചു നീട്ടി വെറുതെ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും നമ്മുടെ കഥയിലേക്ക് വരാം. ഈ അരുണിന്റെയും ദേവുവിന്റെയും കാര്യം അറിയുന്ന സമയത്ത് സച്ചി ഒരിക്കലും തന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ. അരുണെ പോലെ ഒരുത്തനെ തന്റെ അനിയത്തിയെ കല്യാണം കഴിച്ച് കൊടുക്കുകയില്ല എന്നുള്ളൊരു വാശിയോട് തന്നെ സച്ചി നിൽക്കുന്ന സമയത്ത് രേവതിയും ദേവും ശരത്തും എല്ലാവരും തന്നെ അരുണെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും സച്ചി അമ്പിനും വില്ലിലും അടക്കുന്നില്ല. മാത്രമല്ല ഇതിന്റെ പേര് രേവതിയുടെ സച്ചിയുടെ ജീവിതത്തിൽ തന്നെ ചെറിയ പൊട്ടലും ചീട്ടിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നത്തെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ ചാനലിൽ കയറി കാണേ. അപ്പൊ എന്ത് പറഞ്ഞാലും സച്ചിനോട് എന്ത് പറഞ്ഞാലും കേൾക്കില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് രവിയോടായിട്ട് ഇങ്ങനെ ദേവുവിന്റെ പ്രണയബന്ധത്തെക്കുറിച്ച് പറയുകയും, പ്രണയിക്കുന്ന ആള് തന്നെ ശത്രുവായി കാണുന്ന ഒരു തവണ സുധിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസുകാരനാണെന്ന് മാത്രമല്ല എൻ്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ ശ്രമിച്ച അയാളാണ് ദേവു പ്രണയിക്കുന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും സച്ചി തുറന്നു പറയാം കേട്ടോ. അതായത് നമ്മുടെ അരുണിന്റെ എല്ലാ നെഗറ്റീവ് വശങ്ങളും നമ്മുടെ സച്ചി ആ ഒരു സമയത്ത് അവിടെ തുറന്നു പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി പറയുകയാണ്, അച്ഛാ ഇതിപ്പോൾ അരുണിന്റെ കാര്യം ഓക്കെ, പക്ഷേ അയാൾക്ക് സഹായിക്കാനുള്ളൊരു സന്മനസ്സുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 8 ലക്ഷം രൂപയുടെ പൂക്കളുടെ ഓർഡർ കിട്ടിയ സമയത്ത് ദേവു 1 ലക്ഷം രൂപ തന്നെ സഹായിച്ചിരുന്നില്ല, അത് അരുൺ തന്ന തുകയായിരുന്നു എന്ന് പറയുന്ന സമയത്ത് സച്ചി ഒരു നിമിഷം ഞെട്ടുന്നുണ്ട്. അതിനുശേഷം രേവതിയുടെ അടുത്തേക്ക് ദേഷ്യപ്പെട്ടതിന് ശേഷം അയാളുടെ പണം കൊണ്ടായിരുന്നു നമ്മൾ ആ ഓർഡറിനുള്ള പൈസ തകച്ചത്, ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും മേടിക്കാൻ തയ്യാറാവുകയില്ല, നീയും അറിഞ്ഞുകൊണ്ടാണ് പണം മേടിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാൻ അറിഞ്ഞില്ല സച്ചിയേട്ടാ, ദേവു കഴിഞ്ഞ ദിവസമാണ് എന്നോട് പറഞ്ഞത്, അപ്പം ഇത് പറയാനായിട്ട് ഞാൻ സച്ചിയോട് പലതവണ ശ്രമിച്ചെങ്കിലും സച്ചിയേട്ടാ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പം അരുൺ തന്ന പണവും കൂടെ കൂട്ടി വെച്ചിട്ടാണ് തങ്ങൾ പൂക്കളുടെ ഓർഡർ പിടിച്ചതെന്നൊക്കെ അറിയുമ്പോൾ സച്ചിക്ക് ദേഷ്യം കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനൊരു ഭാഗവും നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായൊക്കെ ഞാൻ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.